ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ സ്റ്റാൻഡിൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ടി വി അടുത്ത ദിവസം തന്നെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ടി വി ഏതാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ടി വി, ഇംപാക്സിൻ്റെ വെയിൽ ടി വി. ഇത് വെയിൽ ടി വി പറയുന്നത് ഇവരുടെ ഒരു പ്രീമിയം സെഗ്മെൻ്റാണ്. അതിൽ വയോസ് സീരീസ് പറയണത് ഇവരുടെ ഓപ്പറേറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ ഇത് 3 വർഷത്തെ വാറണ്ടി ഉണ്ട്. 32 ഇഞ്ചാണ് ടി വി. അപ്പോൾ ഇത് വീടിൻ്റെ അവിടുത്തെ ഒരു കടയിൽ നിന്നാണ് വാങ്ങിയത്, അഞ്ജലി ഇലക്ട്രോണിക്സ് പറഞ്ഞിട്ട്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് ഒന്ന് കാണിച്ചു തരാം. പ്രൈസ് 14,000 രൂപയാണ് വരുന്നത്. 14,500 പറഞ്ഞു, പക്ഷേ 14,000 തന്നെ കിട്ടി. അപ്പോൾ ഇതിൻ്റെ സ്റ്റാൻഡ് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ വരണമല്ലോ, അവർ വന്നാലേ ഓപ്പൺ ചെയ്താൽ എന്നൊക്കെ പറ്റുള്ളൂ. അപ്പോൾ ഇനി 2 ദിവസത്തിൽ വരുന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ അതും കൂടി വീഡിയോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാം, ഒറ്റ വീഡിയോ ആയിട്ട് ചെയ്യാൻ പ്ലാനാണ്. പിന്നെ ചിലപ്പോൾ ഞാൻ ഇൻസ്റ്റാളേഷൻ സമയത്ത് ഞാൻ ഉണ്ടാവില്ല, വർക്കിന് പോകും. അതുകൊണ്ട് ഞാൻ ഇൻസ്റ്റാളൊക്കെ ചെയ്തിട്ടായിരിക്കും മാക്സിമം വീഡിയോ ഇടാൻ പറ്റുക തോന്നുന്നു. പിന്നെ പുതിയ സ്റ്റാൻഡും ഉണ്ടല്ലോ, അതായിരിക്കും ഫിക്സ് ചെയ്യുക. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് എങ്ങനെയുണ്ട് നോക്കിയിട്ട് പറയാം. ഓക്കെ. അപ്പോൾ ടി വി ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ടൊക്കെ അവർ വരുന്നു വിചാരിച്ചു. വാങ്ങിയ അടുത്ത ദിവസം തന്നെ വന്നു, ഉച്ചയ്ക്ക് തന്നെ വന്നു അവർ കോണ്ടാക്ട് ചെയ്തു, എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ടി വി, ഇതാണ് ഇതിൻ്റെ ഇൻ്റർഫേസ് ഒക്കെ വരുന്നത് ഫ്രണ്ടിൽ. അതിൽ ഇമ്പാക്സ് ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡോൾബി ഓഡിയോ എന്നാണ്. നമുക്ക് ഡോൾബി ഓഡിയോ അത്യാവശ്യം കുഴപ്പമില്ല. പിന്നെ പ്രൈസ് റേഞ്ചും അത്രയല്ലേ ഉള്ളൂ, അതിനനുസരിച്ചൊക്കെ ആയിരിക്കും വരിക. അപ്പോൾ സ്റ്റാൻഡ് കണ്ടില്ലേ, ഇങ്ങനെയാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അത് നല്ല രീതിക്ക് തന്നെ ചെയ്തിട്ടുണ്ട്. ഇത് 2 മുകളിൽ അഡ്ജസ്റ്റ്മെൻ്റ് ആണ്, പക്ഷേ ഇത് അഡീഷണൽ കൂടുതൽ നിൽക്കണതുകൊണ്ട് ആദ്യം ടി വി കാണുമ്പോൾ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട്. ഫോക്കസ് ഫുൾ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. അത് പിന്നെ കുറച്ച് കഴിയുമ്പോൾ ശരിയാകുമായിരിക്കും. അപ്പോൾ ഇതിൻ്റെ റിമോട്ടാണ്. ഇതിൽ വോയിസ് അസിസ്റ്റൻ്റ് ഉണ്ട് കേട്ടോ. അത് ഞാൻ നോക്കിയപ്പോൾ ആകെ അത് യൂട്യൂബിൽ മാത്രമേ വർക്കാവുന്നുള്ളൂ. വേറെ ഇതിലൊന്നും ഞാൻ നോർമലി നമ്മൾ ഡിഷ് ഉണ്ടല്ലോ, അതിലൊക്കെ വർക്കാവുമെന്ന് വിചാരിച്ചു, പക്ഷേ അതിൽ വർക്കാവുന്നില്ല, യൂട്യൂബിൽ കാണുള്ളൂ. ഇനി വേറെ വല്ല ഓപ്ഷൻ ഉണ്ടോയെന്ന് അറിയില്ല. കാസ്റ്റിംഗ് ഒക്കെ ചെയ്ത് നോക്കി, കുഴപ്പമില്ല. എനിക്ക് തോന്നിയത്, ഞാനത് സംഭവം HD TV ആണ്, QLED പറഞ്ഞിട്ട് എടുത്തത്. അപ്പോൾ ഞാൻ 4K വീഡിയോ ഒക്കെ സപ്പോർട്ടാണെന്നാണ് വിചാരിച്ചത്, പക്ഷേ അതാവണ്ടായിരുന്നില്ല. യൂട്യൂബിൽ 1060 മാത്രമേ എനിക്ക് വരുന്നുള്ളൂ. അപ്പോൾ ഇനി ആരെങ്കിലും TV എടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ റെസൊല്യൂഷൻ കൂടി നോക്കിയിട്ട് എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. QLED പറഞ്ഞിട്ട് നമ്മൾ 4K ഒക്കെ സപ്പോർട്ടാണെന്ന് വിചാരിച്ച്, അല്ലെങ്കിൽ 1060 കുറച്ച് മുകളിലത്തെ ആണെങ്കിലും സപ്പോർട്ട് ആകുന്നില്ല, കാണിക്കണേയില്ല ഓപ്ഷനൊന്നും. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ ജസ്റ്റ് യൂട്യൂബിൽ നോക്കിയിട്ട് ഹൈ റെസൊല്യൂഷൻ വീഡിയോൻ്റെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ക്വാളിറ്റി ഏകദേശം അറിയാൻ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന്, അതും കൂടി ഒന്ന് നോക്കിക്കോളൂ. അപ്പോൾ ടി വി കുഴപ്പമൊന്നുമില്ല, എനിക്ക് ഓക്കെയാണ്. ഈ പ്രൈസ് റേഞ്ചിനൊക്കെ ഇതൊക്കെ ധാരാളം. കാരണം നേരത്തെ ഞാൻ 19 ഇഞ്ചൊക്കെയാണ് യൂസ് ചെയ്തത്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇത് വലിയ ടി വിയാണ്, എനിക്ക് ബെറ്ററുമാണ്. അപ്പോൾ റിമോട്ട് എനിക്ക് നോർമലി പോലെയാണ് തോന്നിയത്. ഞാൻ മിനിമലിസ്റ്റിക് ആയിട്ട് ലേറ്റസ്റ്റൊക്കെ അങ്ങനെയാണല്ലോ വരുന്നത്. ഇപ്പോൾ റിയൽമിയുടെയോ ഷവോമിയുടെയോ ഒക്കെ ടി വി വരുന്നത് അങ്ങനത്തെ റിമോട്ട്, ഞാൻ അങ്ങനത്തെയാണ് വിചാരിച്ചു. ഇത് നോർമലി ക്ലാസിക് ടൈപ്പ് റിമോട്ടാണ് വരുന്നത്, പഴയ ടൈപ്പ് ആണ് വരുന്നത്. ഓവറോൾ ഓക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് വല്ല പർച്ചേസ് ഉണ്ടെങ്കിൽ ഇമ്പാക്സ് എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. അതിനകത്ത് പ്രൊമോഷനൊന്നുമല്ല. സംഭവം എന്താ പറയുക, 3 വർഷത്തെ വാറണ്ടി തരുന്നുണ്ട്. വേറെ ഏത് ബ്രാൻഡ് തരില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഇത് ബെറ്ററായി തോന്നി, അതുകൊണ്ടാണ് ഞാൻ ഇമ്പാക്സ് പ്ലാൻ ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ ലാസ്റ്റ് ഒന്ന് ഇടാം കേട്ടോ, ഇതിൻ്റെ സ്ക്രീൻ എക്സ്പീരിയൻസ്. വല്ലായിട്ടൊന്നും അറിയില്ല, എന്നാലും നിങ്ങൾ നോക്കുക. ഓക്കെ, ബൈ.